ഇറാനെ ഒരു പ്രഷറിൽ നിർത്തിയിട്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ ടേംസിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്ന ഒരു തന്ത്രം നേരത്തെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിരിക്കണം ഈ സെൻകോം ഉദ്യോഗസ്ഥന്റെ കൂടി സാന്നിധ്യം ഈ ചർച്ചയിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. പക്ഷെ അത് ഇപ്പോഴും ഇപ്പൊ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നതാണോ അതല്ല നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ ഇനിയും കാണാനിരിക്കുന്നുള്ളൂ. ഇതൊരു മാരത്തോൺ ചർച്ചയുടെ തുടക്കം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സംഗതികളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചർച്ച പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇത് യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളത് രണ്ടു കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഈ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ്, ഡിപ്ലോമസിക്ക് ഞങ്ങൾ ഒരു അവസാനത്തെ അവസരം കൊടുത്തിരിക്കുന്നു എന്ന് അമേരിക്കയും ഇറാനും രണ്ട് ഡെലിഗേഷനും പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഞങ്ങൾ തയ്യാറാണ്, യുദ്ധത്തിന്റെ ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയൊരു അർമാഡ തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ധാരാളം യുദ്ധസന്നാഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ സ്റ്റീവ് വിറ്റ്കോഫ് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് നേരെ പോയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനാണ്. ആ ചർച്ചയും ഇതിനൊരു കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. കാരണം ഇറാന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ ചർച്ചകൾ തങ്ങളെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു മാർഗമാണോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതിയിൽ നിന്ന് കണ്ണ് തെറ്റിക്കാനുള്ള ഒരു മാർഗമാണോ എന്ന് ഇറാൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്ക് മുമ്പ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞത്, ഞങ്ങൾ രണ്ട് തുറന്ന കണ്ണുകളുമായിട്ടാണ് മസ്കറ്റിലേക്ക് പോകുന്നത്. അതോടൊപ്പം ദാക്കിറത്തുൽ മാദി, പഴയ ഒരു ഭൂതകാലത്തിന്റെ കുറിച്ചുള്ള ഒരു ഓർമ്മയും അതും ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ അമേരിക്കയുമായിട്ട് ആണവ ചർച്ച പുരോഗമിക്കുകയും 2 ദിവസത്തിനുള്ളിൽ ആ ചർച്ചയിൽ ഒരു തീർപ്പിലെത്തും, ഒരു അഗ്രിമെന്റിൽ ഒപ്പുവെക്കും എന്ന ഒരു ഘട്ടത്തിലാണ് ഇസ്രായേൽ വളരെ പെട്ടെന്ന് ഇറാൻ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മ ഞങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ തുറന്ന കണ്ണുകളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, മറുഭാഗത്ത് ഇത്തരം യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കയും അതുപോലെ സന്നദ്ധതയും ഇരുകൂട്ടരും പ്രകടിപ്പിക്കുന്നു എന്നതാണ് കാണേണ്ടത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇതൊരു അവസാനത്തെ അവസരമാണ് മേഖലയിലെ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഒമാൻ ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നു. അതിന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ റോൾ എന്ന് പറയുന്നത് ഇപ്പോ ഈ രണ്ടു കൂട്ടരെയും ചർച്ചയ്ക്ക്, നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഒന്നിച്ചിരുത്താനുള്ള ഒരവസരം ഒരുക്കുക എന്നതാണ്. ഏതെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ടേബിളിൽ എന്തൊക്കെ വരണം എന്നുള്ളത്. അവിടുത്തെ